എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ബിഫാം കോഴ്സ് പ്ലസ് ടുവിന് ശേഷം ബിഫാം കോഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഫാം കോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ, അതുപോലെ ബിഫാം റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ എന്താണ് ബിഫാം കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യത എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം MBBS അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അപ്പോൾ ആ ഒരു കോഴ്സിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് യോഗ്യത എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ Dpharm അതായത് ബിഫാം കോഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബിഫാം എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫാർമസി എന്നുള്ളതാണ്. അപ്പോൾ 4 വർഷ കോഴ്സാണ് ബിഫാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ബിഫാം പോലെ തന്നെ വിദ്യാർത്ഥികൾ കേട്ടിട്ടുള്ള കോഴ്സുകളായിരിക്കും Dpharm അതുപോലെ MPharm, PharmD എന്നിവ. അപ്പോൾ ബിഫാമിന് മുൻപുള്ള കോഴ്സാണ് Dpharm. അതായത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് Dpharm കോഴ്സ് പ്ലസ് ടുവിന് ശേഷം ചെയ്യാവുന്നതാണ്. LBS സെൻ്ററാണ് ഈ ഒരു Dpharm അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഈ ഒരു കോഴ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഗവൺമെൻറ്റിലാണെങ്കിൽ 40,000-ഓളം, അതായത് ഗവൺമെൻറ്റിലാണെങ്കിൽ 6,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നതെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ആ ഒരു സമയത്തെ ഫീസ് ഏകദേശം 40,000-ഓളം രൂപയോളമാണ് ഫീസ് ഒരു വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് കേരളത്തിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു Dpharm കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിഫാം എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫാർമസി എന്നുള്ളതാണ്. അതായത് കേരളത്തിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ബിഫാം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ Dpharm പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് മാത്രമായിരിക്കും, അത് ഇന്ത്യയിൽ മാത്രമായിരിക്കും. അതുപോലെ ബിഫാം പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തും അകത്തുമായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിലും അതുപോലെ ഹോസ്പിറ്റൽസുകളിലും വിദ്യാർത്ഥികൾക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ബിഫാം എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ KEAM എൻട്രൻസ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബിഫാം കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ അടുത്തതായിട്ടുള്ളതാണ് MPharm. ബിഫാമിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് MPharm. അതായത് ബിഫാം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് MPharm പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ MPharm എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫാർമസി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് MPharm ചെയ്യാവുന്നതാണ്. അതുപോലെ PharmD എന്ന് പറയുന്നത് അതിലും കുറച്ച് ഹയറായിട്ട് പഠിക്കാനുള്ളതാണ്. അതായത് ഡോക്ടർ ഓഫ് ഫാർമസി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വല്ല ഗവേഷണമൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ്, അതുപോലെ അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണ മേഖലയിലേക്ക് കടക്കാനായിട്ട്, അതായത് മരുന്ന് നിർമ്മാണ കമ്പനികളിലേക്ക് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് PharmD ചെയ്യാവുന്നതാണ്. അപ്പോൾ Dpharm പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി വഴി വിദ്യാർത്ഥികൾക്ക് ബിഫാം കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് പരീക്ഷാ കമ്മീഷണർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബിഫാം കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി വേണമെങ്കിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ Dpharm കോഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കെമിസ്ട്രി പഠിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം ചെയ്യാൻ സാധിക്കുന്ന 2 കോഴ്സുകളാണ് Dpharmഉം ബിഫാമും. അപ്പോൾ Dpharm LBS സെൻ്റർ വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. ബിഫാം ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കമ്മീഷനാണ് നടത്തുക. അപ്പോൾ ഇനി ബിഫാമിന് എങ്ങനെയാണ് അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ബിഫാമിന് അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ബിഫാം കോഴ്സിന് അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും KEAM എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ KEAM എക്സാമിനേഷന് അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ, അതായത് ഫാർമസിക്ക് കൂടി ഓപ്ഷൻ നൽകേണ്ടതാണ്. അതായത് ഫാർമസി കോഴ്സിന് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ കൂടി നൽകേണ്ടതാണ്. അതായത് സാധാരണ മെഡിക്കൽ അതുപോലെ തന്നെ എൻജിനീയറിംഗ് അതുപോലെ ഫാർമസി ആണ് ഉണ്ടാവുക. അപ്പോൾ ഫാർമസി കോഴ്സ് ഇത്രയും 3 കോഴ്സുകൾക്കാണ് ഓപ്ഷൻ നൽകാനായിട്ട്, അതായത് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് സയൻസ് കോഴ്സ് പഠിച്ചിട്ടുള്ള, അതായത് ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് ഓപ്ഷനായിട്ട്, അതായത് ബയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള എക്സാമിനേഷനുള്ള ഓപ്ഷൻ നൽകാൻ സാധിക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് ഓപ്ഷൻ നൽകാൻ സാധിക്കും. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫാർമസി കോഴ്സിന് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു KEAMന്, അതായത് ഫാർമസി കോഴ്സ്, അതായത് ബിഫാം കോഴ്സിനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു KEAM എക്സാമിനേഷൻ്റെ പേപ്പർ 1 എഴുതേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു KEAMന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫാർമസിക്ക് കൂടി ഓപ്ഷൻ നൽകുക. ഫാർമസി ബിഫാം കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫാർമസി കോഴ്സിന് കൂടി ഓപ്ഷൻ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ഫാർമസി കോഴ്സിന് ഓപ്ഷൻ നൽകുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഓപ്ഷൻ, അതായത് അതിന് നൽകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിന് കൂടി ഓപ്ഷൻ അപേക്ഷ നൽകുന്ന സമയത്ത്, KEAM എക്സാമിനേഷൻ അപേക്ഷ നൽകുന്ന സമയത്ത് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
നിങ്ങൾ എഞ്ചിനീയറിംഗ് കൂടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗിന് കൂടി ഓപ്ഷൻ നൽകുക. നിങ്ങൾ സയൻസ് ബയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് അതായത് MBBS BDS കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതിനു കൂടി ഓപ്ഷനുകൾ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു Bpharm കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഫാർമസി കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ KEAM എക്സാമിനേഷൻ്റെ പേപ്പർ 1 അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതായത് പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 2 സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ആ ഒരു എക്സാമിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ 1 KEAM പരീക്ഷയുടെ അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ്റെ പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് ഫാർമസിയുടെ ഓപ്ഷൻ നൽകണം. അതുപോലെ വിദ്യാർത്ഥികൾ ഈ ഒരു പേപ്പർ 1 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു KEAM പരീക്ഷയിൽ പേപ്പർ 1 ലഭിച്ചിട്ടുള്ള മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു Bpharm കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എഞ്ചിനീയറിംഗിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ +2 അതായത് +2 സെക്കൻഡ് ഇയർ, +1 അല്ല +2ൻ്റെ മാർക്കാണ്. അപ്പോൾ ആ ഒരു +1ൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ്, അതായത് +1 ലഭിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കുള്ള അലോട്ട്മെൻറ്റിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി കോഴ്സിന് തയ്യാറാക്കുന്നത് വെച്ചാൽ +2ൻ്റെ മാർക്കല്ല പരിഗണിക്കുക. നിങ്ങൾക്ക് KEAM എക്സാമിനേഷൻ്റെ പേപ്പർ 1 ലഭിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രിയുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഫാർമസി കോഴ്സിലേക്ക് ഉള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു ഫാർമസി റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ കേരളത്തിൽ ഏകദേശം 60ഓളം കോളേജുകളാണ്, അതായത് 60ഓളം കോളേജാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏകദേശം 90% സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഗവൺമെൻറ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ക്ലാസ്സുകളായിരിക്കും. അതായത് രണ്ടിലായാലും മികച്ച ക്ലാസ്സുകളാണ്. പക്ഷേങ്കിൽ ഗവൺമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വളരെയധികം കുറവായിരിക്കും. അതാണ് പ്രത്യേകത. അതായത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ ഫീസ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിസിക്സ് അതായത് KEAM പരീക്ഷയിൽ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രിയിൽ വിദ്യാർത്ഥികൾ മാർക്ക് നേടിയിരിക്കണം. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് KEAMന് പേപ്പർ 1 ലഭിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പേപ്പറിന് ലഭിച്ചിട്ടുള്ള മാർക്കിനെ 2.25 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഗുണിച്ചിട്ട് ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സിന് ലഭിച്ചിട്ടുള്ള മാർക്കിനെ കൂട്ടും. അപ്പോൾ ഫിസിക്സിന് ലഭിച്ചിട്ടുള്ള ഈ ഒരു മാർക്കിനെ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ ആ ഒരു ടോട്ടൽ മാർക്കിനെ 2/3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഗുണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 450-നുള്ളിൽ, അതായത് മാക്സിമം ആ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 450 മാർക്കാണ്. അപ്പോൾ ആ ഒരു 450-നുള്ളിൽ നിങ്ങൾക്കൊരു മാർക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് അതായത് ഈ ഒരു മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് ഈ ഒരു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതായിട്ട് പിന്നീട് അവസരം ലഭിക്കും. അതനുസരിച്ച് നിങ്ങൾ കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകിക്കൊണ്ട് ആ ഒരു നിങ്ങളുടെ റാങ്ക് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകും. അപ്പോൾ പിന്നീട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു Bpharm കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2ന് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ പഠിച്ചിരിക്കണം. അതുപോലെ KEAM എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫാർമസി കോഴ്സ് കൂടി ഓപ്ഷൻ നൽകേണ്ടതുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾ പേപ്പർ 1 എക്സാമിനേഷൻ അതായത് ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങിയിട്ടുള്ളതാണ് പേപ്പർ 1. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പേപ്പർ 1ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു Bpharm കോഴ്സിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകിക്കൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കേരളത്തിനകത്തും പുറത്തും നിരവധി സ്കോപ്പുകളാണ്, അതായത് ജോലി സാധ്യതയാണ് ഈ ഒരു Bpharm കോഴ്സ് പഠിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതാണ് എഞ്ചിനീയറിംഗ്. അതായത് എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ആ ഒരു +2 പരീക്ഷയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ +2ൻ്റെ മാർക്ക്, +2ന് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ അതായത് പേപ്പർ 1, പേപ്പർ 2 ഉണ്ടാകും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ 50% എടുക്കും. അതുപോലെ നിങ്ങൾക്ക് +2 അതായത് സെക്കൻഡ് ഇയറിന് ലഭിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു മാർക്കും കൂടി 50% അനുപാതത്തിൽ എടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ അടുത്തതായിട്ടുള്ളതാണ് MBBS BDS കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് KEAM എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. KEAM എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു റാങ്ക് നിങ്ങൾ അതായത് KEAMൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് ആ ഒരു സമയത്ത് ഈ ഒരു MBBS BDS കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത്
ആ ഒരു റാങ്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീറ്റ് റാങ്ക് പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് MBBS BDS കോഴ്സിലേക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ KEAM എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ നീറ്റ് എക്സാമിനേഷൻ എഴുതുകയും വേണം. എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു റാങ്ക് വെച്ചിട്ടാണ് ഈ ഒരു MBBS BDS അതുപോലുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു +2 എക്സാമിനേഷൻ, അതായത് എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ +2 സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നീറ്റ് എക്സാമിനേഷനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 സെക്കൻഡ് ഇയർ എക്സാമിനേഷന്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകൾക്ക്, അതുപോലെ മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് ടോട്ടൽ 50% മാർക്കാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായിരിക്കണം എന്നുള്ളതുമാണ്. അതായത് +2 സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണ്. അതായത് വരാനിരിക്കുന്ന എക്സാമിനേഷൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2ന് ശേഷം പഠിക്കാൻ സാധിക്കുന്ന സ്ട്രീമുകളാണ് Bpharm, അതുപോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ MBBS BDS കോഴ്സുകൾ. അതുപോലെയാണ് ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ കൂടി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് അഖിലേന്ത്യാ തലത്തിലേക്ക് ഉള്ള ആ ഒരു, അതായത് IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് JEE മെയിൻ എക്സാമിനേഷൻ കൂടി അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അഖിലേന്ത്യാ കോട്ടയിലുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ കേരളത്തിൽ ഈ ഒരു MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന BDS പോലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അതുപോലെ KEAM എക്സാമിനേഷനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 അതായത് +2 സെക്കൻഡ് ഇയറിന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് 50%, മാത്തമാറ്റിക്സിന് 50% സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ KEAM എക്സാമിനേഷൻ ഏകദേശം ഫെബ്രുവരിയോടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഫാർമസി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഫാർമസി ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ മെഡിക്കൽ, അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ഓപ്ഷനുകൾ കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ അപേക്ഷയ്ക്ക് ശേഷം, അതായത് അപേക്ഷ നൽകിയതിന് ശേഷം പിന്നീട് ആ ഒരു ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുന്നതായിട്ട് സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.